ഈ വീട്ടിൽ ഒരെണ്ണത്തിന് ഒരു ബുദ്ധിയും വിവരം ഒന്നുമില്ല. ഞാനുണ്ടല്ലോ, എന്നോട് പറ. നീ എന്നെ പറഞ്ഞത് അമ്മ എന്തൊക്കെ ഉണ്ടാക്കി തരുമെന്ന്. അതാണോ ഇപ്പൊ വലിയ കാര്യം? ഞാനിപ്പോ അമ്മയുടെ ചെന്നിട്ട് പറഞ്ഞു ആ സ്വത്ത് എഴുതി തരുന്ന കാര്യത്തെ കുറിച്ച്. അമ്മ പറയാണ് അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ആര് സർക്കാർ ഉദ്യോഗം മേടിക്കുന്നോ അവർക്കേ ഞാനിത് എഴുതി കൊടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി സർക്കാർ ഉദ്യോഗം വാങ്ങാൻ പോവാ? ഏജ് ഓവറായി എനിക്കാണ് സർക്കാർ ജോലി കിട്ടാൻ പോകുന്നത്. ഞാൻ എന്റെ പുന്നാര മക്കളുടെ ഒക്കെ ചോദിച്ചു, ഒരു ലെവലേശം വിവരവും ബോധം വേണമല്ലോ രണ്ടിനും. നിങ്ങളതല്ലേ മക്കള്? അങ്ങനെയാണ്. കാര്യത്തോടെ എടുക്കുമ്പോൾ നല്ലത് വന്നാ നീ, ചീത്ത വന്നാ ഞാൻ. എന്തോ ഇത് നിങ്ങൾ ഇപ്പൊ ദേഷ്യപ്പെടുവൊന്നും വേണ്ട. അമ്മ വലിയൊരു പ്ലാനിലാ. എന്ത് പ്ലാൻ? എന്നോട് പറഞ്ഞു. എന്താന്ന് പറ. ഞാൻ കാണിച്ചുതരാം. ലോക്ക് നിർക്കട്ടെ. ആധാറും പാൻ കാർഡും. ആരുടെ? മധുവിന്റെ. അമ്മ നേരിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്തിന്? മധുവിന് സ്വത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി. നിങ്ങളെ വിശ്വാസം ഇല്ലായിട്ട്. ഞാൻ വേണ്ടി വന്നില്ലേ? ഇനി അമ്മയായിട്ട് വഴക്കിടാനൊന്നും പോരുത് പഴയ പോലെ. ഞാൻ പൊന്നു പോലെ നോക്കും. എന്നാലും എനിക്ക് എന്റെ അമ്മയെ മനസ്സിലാക്കാൻ പറ്റില്ലോടി. അത് ഒരു പെണ്ണിന് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാന്ന് സത്യമായിട്ടു. ആദ്യമായിട്ട് നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി എന്റെ ജീവിതത്തിൽ. എന്നെ കൊണ്ടൊരു പ്രയോജനം വേറെ രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത് കിട്ടില്ല. ഇത് ഞാൻ അംഗീകരിച്ചു. ക്ഷയിക്കാൻ അംഗീകരിച്ചല്ലോ. ഇത് കിട്ടുന്ന കിട്ടിക്കുമ്പോൾ നിനക്കൊരു ചെലവ് കിട്ടും. പ്രകാശൻ എന്തിയടി? അകത്തുണ്ടല്ലോ. എന്താ അമ്മേ? നിങ്ങളോടും രണ്ടുപേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിളിക്ക്. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, അമ്മ വിളിക്കുന്നേ. എടാ, ഞാൻ മധുവിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു. വേണ്ടായിരുന്നോ? നീ പറഞ്ഞിട്ടില്ലേടാ ഞാനതൊക്കെ ചെയ്ത്. അമ്മേ, അത് സന്തോഷം കൊണ്ട് പറയുന്നത് അമ്മേ. പാടമാണോ പറമ്പാണോ? എന്ത് മധുവിന് കൊടുക്കുന്നത്? അയ്യടാ, പാടോ അല്ല പറമ്പോ അല്ല. പിന്നെ അതെ, മക്കളുടെ കല്യാണാവശ്യത്തിന് വേണ്ടിയേ ഞാനൊരു പോളിസി ചേർന്നു. മാസം 30,000 രൂപ അടവുണ്ട്. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പലിശ കിട്ടും. അപ്പൊ കല്യാണം വരുമ്പോ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പോളിസി എങ്കിൽ പോളിസി. നമ്മുടെ കൊച്ചിന്റെ കാര്യത്തിനല്ലടാ. കൃഷ്ണയുടെ പേരിലും ഒരു പോളിസി തുടങ്ങാമായിരുന്നു. 2 എണ്ണം നിനക്ക് അടയ്ക്കാൻ പറ്റുമോടാ? 2 കൂടെ? പിന്നെ ഞാൻ അടയ്ക്കണോ? മാസം 30,000 രൂപ വെച്ച് നിങ്ങളങ്ങ് അടയ്ക്കുക. പിന്നെ മക്കളുടെ കല്യാണത്തിന് നിങ്ങൾ ടെൻഷനും വേണ്ട. എന്നെ കൊണ്ട് മാസം 30,000 രൂപ എങ്ങനെ അടയ്ക്കാൻ പറ്റും? എടാ, പണിയെടുക്കണോടാ. ഞാൻ ആ ഏജന്റുകാരി പെണ്ണിന് നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവര് വിളിച്ചോളൂ. എന്തോ? സ്വത്തിന്റെ കാര്യം അത് സർക്കാർ ജോലി കിട്ടിയിട്ട് സ്വത്തിന്റെ കാര്യം.